half wave rectifier. This is a load resistor, and we are giving AC signal. AC means both cycle, positive and negative cycle. This is positive cycle, this is negative, then again positive cycle. And what will be the output? That is the output across. This is V in, and what is the output? V out across RL. What happened? In positive cycle, that means here it is positive and here it is negative. So the diode is in forward bias. In anode there is a positive potential, in cathode there is a negative potential. So there is the diode is in forward bias. Whenever the diode is in forward bias, it will be act as a closed switch. We are just make us an ideal diode. An ideal diode is simply act as a switch. When it is a closed switch, we will get the positive cycle. Okay. A negative cycle, so this will be negative and this will be positive, negative potential. So what will happen? The diode is in reverse bias there, so there will be no current is flowing through the load resistor. So the output voltage should be 0 voltage. And then again the next cycle, the diode will be in forward bias, so the current will flow. So you will get a voltage. So this will be the output from the rectifier. That is only, it will only allow the positive cycle. ഇപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ, ഡയോഡിൻ്റെ പൊസിഷൻ റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നെഗറ്റീവ് സൈക്കിൾ മാത്രം കിട്ടുന്ന ഒരു റെക്ടിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇൻ ഫോർവേഡ് ബയാസ് മാത്രം ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ റെക്ടിഫയറിൻ്റെ കേസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ് റിപ്പിൾ ഫാക്ടർ. ഇപ്പം നമ്മൾ റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിനെ ഡി സി ആക്കുന്ന ഒരു ഫോമാണെന്ന് നമുക്ക് മനസ്സിലായി. ബട്ട് ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡി സി ആയിട്ടില്ല. പ്യുവർ ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാറ്ററി വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എത്ര വോൾട്ടേജ് കിട്ടും ആ വോൾട്ടേജ് തന്നെ കിട്ടണം. ഇപ്പം നമ്മളൊരു 5 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി CROയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വോൾട്ടേജ് ഡി സി വോൾട്ടേജ് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ റെക്ടിഫിക്കേഷൻ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എ സി കോമ്പണൻസ് സ്റ്റിൽ ദെയർ ഇസ്. ഇതിൻ്റെ ഇപ്പോൾ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എ സിയുടെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്യൂർ എ സിയുടെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് 0 വോൾട്ടേജ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം പോസിറ്റീവ് സൈക്കിൾ നെഗറ്റീവ് സൈക്കിളോ ക്യാൻസലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിട്ടാണ് കിട്ടുള്ളൂ. ബട്ട് നമ്മൾ RMS വാല്യൂ ഒക്കെ എടുക്കുന്നത്. സോ ഹിയർ നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് വാല്യൂ കിട്ടും. ഹിയർ ദർ ഈസ് എൻ ആവറേജ് വാല്യൂ കിട്ടും. പക്ഷേ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ റിപ്പിൾസ് പോലെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് ഫിൽട്ടർ സർക്യൂട്ടുകളൊക്കെ ആഡ് ചെയ്യും, കപ്പാസിറ്റർ സർക്യൂട്ടുകളൊക്കെ ആഡ് ചെയ്യും. കപ്പാസിറ്റർ സർക്യൂട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു നല്ല കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റീവ് സർക്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ ഇവിടം വരെ ചാർജ് ചെയ്യും. നോർമലി ഇതിനെ ക്രോസ് ആയിട്ട് കപ്പാസിറ്റർ നമ്മൾ വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക, അത് ഡിസ്ചാർജ് ചെയ്യുന്നത് അതിനെ ക്രോസ് ആയിട്ട് ആ വോൾട്ടേജ് തന്നെയായി, അത് ഡിസ്ചാർജ് ചെയ്യുന്നത് വളരെ പതുക്കെയായിരിക്കും. സോ വളരെ പതുക്കെ ആകുമ്പോൾ നെക്സ്റ്റ് സൈക്കിൾ വരും. സോ ഇത് അഗെയിൻ ചാർജ് ചെയ്യും, നെക്സ്റ്റ് സൈക്കിൾ വരും. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫിൽട്ടർ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും. സോ സ്റ്റിൽ ദർ ഈസ് എ റിപ്പിൾസ്. നമ്മളൊരു ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ റിപ്പിൾസിൻ്റെ അളവുണ്ടാവും. ആ റിപ്പിൾസിൻ്റെ അളവ് എന്തോരമാണ്. പ്യുവറായിട്ട് ഡി സി ആക്കിയില്ല. പ്യുവർ ഡി സി എന്ന് പറയുന്നത് ദിസ് ഈസ് എ പ്യുവർ ഡി സി ഫോം. പക്ഷേ ഇതിനകത്ത് കുറച്ച് റിപ്പിൾസ് ഉണ്ട്. ഈവൻ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പിൾസ് ഉണ്ട്. ആ റിപ്പിൾസ് എന്തോരം ഉണ്ട്. ആ റിപ്പിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഒരു ഫിൽറ്ററിനെ സംബന്ധിച്ച്, ഒരു റെക്ടിഫയറിനെ സംബന്ധിച്ച് നമുക്ക് പ്യുവറായിട്ട് ഇങ്ങനെ ഒരു ഡി സി ഫോമാണ് കിട്ടേണ്ടത്. ബട്ട് ഹൗവർ വി വിൽ ഗെറ്റ് റിപ്പിൾസ്. ആ റിപ്പിൾ ഫാക്ടർ എന്തോരം ഉണ്ട്, ഒരു റെക്ടിഫയറിനെ സംബന്ധിച്ച് റിപ്പിൾ ഫാക്ടർ എന്തോരം ഉണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ഓർ ഫുൾ വേവ് റെക്ടിഫയർ ദ റിപ്പിൾ ഫാക്ടർ
റിപ്പിൾ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. സോ ദ റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു VRMS by VDC the whole square minus 1. This is the equation for ripple factor. എത്ര മാത്രം RMS വാല്യൂ റൂട്ട് മീൻ സ്ക്വയർ ദാറ്റ് ഈസ് റിപ്പിൾസ് ഉണ്ട് എന്നതിൻ്റെ മെഷറാണ് റിപ്പിൾ ഫാക്ടർ. അപ്പോൾ ഒരു നല്ല റെക്ടിഫയറിനെ സംബന്ധിച്ച് ഇഫ് ഗുഡ് റെക്ടിഫയറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് റിപ്പിൾ ഫാക്ടർ ഷുഡ് ബി ലെസ് ആയിരിക്കും. ഫാക്ടർ ഈസ് ലെസ്. എന്നാൽ മാത്രം റിപ്പിൾസിൻ്റെ അളവ്, റിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC കമ്പോണൻറ്റിൻ്റെ അളവാണ് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VRMS by VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എത്രമാത്രം റിപ്പിൾസ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നത്. എന്താണ് VDC എന്ന് പറയുന്നത്? ആവറേജ് വാല്യൂ ആണ്. ഞാൻ പറഞ്ഞു ഇതാണ് DC വാല്യൂ, അത്രയാണ് നമുക്ക് ആവറേജ് വാല്യൂ കിട്ടുകയുള്ളൂ. So the VDC is the average value. VDC is the average value. എത്ര ആവറേജ് വാല്യൂ കിട്ടുമെന്നാണ് നോക്കുന്നത്. ദ ആവറേജ് ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ്. ഒരു ഫുൾ സൈക്കിളിലുള്ള ആവറേജ് വാല്യൂ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ നമ്മളൊരു ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് 0, ദിസ് ഇസ് 5, 2π ആണ് ഫുൾ സൈക്കിൾ കിട്ടുന്നത്. ദിസ് ഇസ് 0, ദിസ് ഇസ് 5 to 2π. ഇത്രയും വാല്യൂവിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുക, ഡിവൈഡഡ് ബൈ ദ ബേസ് ആണ് ആവറേജ് വാല്യൂ. അപ്പോൾ ഇത്രയിൻ്റെ വോൾട്ടേജ്, ഫുൾ സൈക്കിൾ വോൾട്ടേജ് എത്രയാണ് വരിക? നമുക്കറിയാം ഇതൊരു സൈനസോയിഡൽ സിഗ്നൽ ആണ് കൊടുക്കുന്നത്. കൺസിഡർ ദ സൈനസോയിഡൽ സിഗ്നൽ ഈസ്, കൺസിഡർ ദിസ് വാല്യൂ ഈസ് VM sin omega t. VM sin omega t എന്ന് പറഞ്ഞ സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സൈനസോയിഡൽ സിഗ്നൽ വിത്ത് പീക്ക് വാല്യൂ ഈസ് VM. അതാണ് VM sin omega t എന്ന് പറയുന്നത്. ഓക്കെ, ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, ടി ഈസ് ദ ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഫുൾ സൈക്കിൾ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 to πയിൽ എന്ത് കിട്ടും? 0 to πയിൽ VM sin omega t കിട്ടും. d omega t പ്ലസ്, കാരണം 0 to πയിൽ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. 0 to πയിൽ VM sin omega t തന്നെയാണ് ഇവിടെ കിട്ടുക. 0 to πയിൽ VM sin omega t തന്നെയാണ് കിട്ടുക. And but pi to 2π we will not get any signal d omega t because the switch is open. So the average value pi to 2πയിൽ 0 വോൾട്ടേജ് ആണ് കിട്ടുക. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ആണ് നമ്മൾ എടുക്കുന്നത്. So 0 to pi VM sin d omega t. That is VM is a constant value. VM can taken outside, and the integral sin omega t is minus cos omega t, and we are applying the limit, and this value is 0. 0 and integrate ചെയ്ത് 0 തന്നെയാണ് കിട്ടുന്നത്. സോ മൈനസ് പുറത്തിരുന്ന cos pi minus cos 0 എന്ന് കിട്ടും. സോ we will get minus VM. Cos pi is minus 1, cos 0 is 1. So you will get 2VM. The output voltage over full cycle is 2VM, but what is the average value? Divided by base. In base എടുക്കുമ്പോൾ 0 to 2π തന്നെ എടുക്കണം. ഈവൻ പൈ വരെ സിഗ്നൽ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവറേജ് വാല്യൂ എടുക്കുന്നത് ഫുൾ സൈക്കിളിലാണ്. സോ 0 to 2π വരെ എടുക്കണം. So the base is 2π. Base is 2π. So the average value or DC value എന്ന് പറയുന്നത് DC value is equal to V average or VDC is equal to that 2VM by 2P, that is VM by pi. Okay, this is equation 1. So you will get one value, that is the VDC value or the average value.
ഓക്കെ. സോ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇനി RMS വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ. സോ RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് ആൻഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 1/2 പൈ. 0 to π വരെയാണ് സിഗ്നൽ ഉള്ളൂ. 0 to 2π ഇടേണ്ട കാര്യമില്ല. 0 to 2π ആണ് ഇടേണ്ടത്, പക്ഷേ 0 to π വരെ ഇട്ടാൽ മതി, കാരണം സിഗ്നൽ 0 to π വരെ ഉള്ളൂ. ദാറ്റ് ഈസ് Vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. ദാറ്റ് ഈസ് ദ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ദാറ്റ് ഈസ് റൂട്ടിൽ സ്ക്വയർ ഇട്ട് ആവറേജ് വാല്യൂ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കിട്ടും. സോ വി ക്യാൻ ടേക്കൺ ഔട്ട് ദിസ് Vm സ്ക്വയർ ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് Vm ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. സോ ദിസ് വാല്യൂ, that is Vm square by 2 pi integration sin square omega t. Sin square omega t നെ നമുക്ക് എന്തിട്ടാം? 1 minus cos 2 omega t divided by 2 എന്നിടാം. That is 0 to pi 1 minus cos 2 omega t divided by 2 d omega t. This 2 can be also taken outside. So from that you will get Vm square by 4 pi. Integrate ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും omega t minus cos omega t is sin 2 omega t divided by 2. Apply lower and upper limit, you will get the value. Okay. So from that, this Vm square by 4 pi പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get Vm by don't take an outside, 4 pi square illa. So what will we get? That is Vm square by 4 pi root of pi. Piയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ pi minus that is sin n pi എന്ന് പറയുന്നത് 0 ആണ്. That is pi minus 0. ഇനി ലോവർ ലിമിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ minus 0 minus 0. That is this pi and pi will cancel out. That is Vm square by 4 root of, that is Vm by 2. This value is Vm by 2. This is the equation 2. So what is the value of ripple factor? So the ripple factor R is Vrms square, that is Vm by 2 the whole square by VDC the whole square. Vrms by VDC the whole square. It is Vm by pi and VDC the whole square minus 1. This is the root mean square, that is the ripple factor. So from that these are cancelled out and the final value is get us 1.21. The ripple factor value is 1.21. എപ്പോഴും ചോദിക്കുന്നതാണ് റിപ്പിൾ ഫാക്ടർ, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ വാല്യൂ എന്ന് പറയുന്നത് 1.21 ആണ് നമുക്ക് കിട്ടുന്നത്. 1.21 1-ന് മേലെയുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു റിപ്പിൾ ഫാക്ടറാണ് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പം റിപ്പിൾസിൻ്റെ അളവ് അത് പ്യുവർ ഡി സി ആക്കില്ല. അപ്പം നമ്മളൊരു പ്യുവർ ഡി സി റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ ഉപയോഗിക്കാറില്ല. റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഹിയർ റിപ്പിൾസ് കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? മെഷർ ഓഫ് എ സി കോമ്പണൻറ്റ് ഇൻ ഡി സി ആണ്. സിംപ്ലി ഈ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്, റിപ്പിൾ ഫാക്ടർ ഈസ് എ മെഷർ ഓഫ് AC component. AC component എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കോമ്പണൻസ് ഇൻ പ്യുവർ ഡി സി. പ്യുവർ ഡി സിയിൽ എത്രമാത്രം AC കോമ്പണൻ്റ് ഉണ്ട് എന്ന് പറയുന്ന വാല്യൂ ആണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. 1.21 എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ വെച്ചിട്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.
ഈ ഇതിലെ റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഈ റിപ്പിൾസിൻ്റെ അളവ്. ദിസ് ഈസ് ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ. സോ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ അളവ് 1.21 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മളൊരു ഫുൾ വേവ് റെക്ടിഫയർ എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ ഫുൾ വേവ് റെക്ടിഫയർ, you can consider a full wave rectifier. Either we can have a bridge rectifier or we can have a center tap. ഞാനൊരു സെൻറ്റർ ടാപ്പ് ഇപ്പോൾ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ട്രാൻസ്ഫോർമർ, two diode, D1 diode, D2 diode, and we can have a load resistor here. Okay, so what will be the waveform? Both cycle in input and what will be output. In output, voltage across this load resistor is taken as out. In positive cycle, this is positive and this is negative, and this will be 0 voltage in between that voltage. So centrally നമ്മളൊരു ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. So here the D1 is in forward bias. Okay, here the D1 is in forward bias and D2 is in reverse bias. Okay, because anodal positive ആണ്, ഇവിടെ anodal negative ആണ്. So there will be a current flow. In positive cycle, there will be a current flow in this direction, that is plus minus this direction. So a current will flow, the voltage across the RL will be the positive. And in a negative cycle, there will be positive and negative. So the diode D1 is in reverse bias and D2 is in forward bias, but the current flow is in the same direction. If RL consider ചെയ്ത് plus minus ഇങ്ങനെ ഈ ഡയറക്ഷനിൽ തന്നെയാണ് എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെയാണ് കറണ്ട് ഫ്ലോ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് നെഗറ്റീവ് സൈക്കിൾ. So in negative cycle also we will get the positive cycle and it will be like this. Okay, ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫിൽട്ടർ, ഇവിടെ ഒരു കപ്പാസിറ്റീവ് ഫിൽട്ടറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അടുത്ത സൈക്കിൾ വരും. ഇതിനകത്ത് നമ്മൾ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിരിക്കും. RMS വാല്യൂവിന് ഈ റിപ്പിൾസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. മറ്റേതിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു, ഇവിടം വരെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സൈക്കിൾ വരുന്നത്. സോ ആ റിപ്പിൾസിൻ്റെ അളവ്, ആ കുറയുന്നതിന് ആ വേരിയേഷൻ വളരെ കൂടുതലായിരിക്കും. ഇവിടെ വേരിയേഷൻ വരുമ്പോൾ തന്നെ അടുത്ത സൈക്കിൾ വരും. സോ ഇത് കപ്പാസിറ്റർ വിൽ ബി ചാർജ് ഇൻ ടു ദിസ് VM വാല്യൂ വരെ ചാർജ് ചെയ്യും. സോ ഈ റിപ്പിൾസിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഓക്കെ, സോ whenever you consider the ripple factor, this value will be R ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.482 ആണ് കിട്ടുന്നത്. 0.482 is the ripple factor for full wave rectifier. ഹാഫ് വേവിൽ 1.21 ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ റിപ്പിൾ ഫാക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ ഹാഫ് വേവ് റെക്ടിഫയറിൽ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു
ആ വാല്യൂവിൻ്റെ വാല്യൂ എന്താണ് ചെയ്യുന്നത്? വി ആർ എം എസ് ബൈ വി ഡി സി ദ ഹോൾ സ്ക്വയർ മൈനസ് 1 റൂട്ട് ഓഫ് വി ആർ എം എസ് ബൈ വി ഡി സി ദ ഹോൾ സ്ക്വയർ മൈനസ് 1 കിട്ടും. ഇവിടെ വി ഡി സി എന്ന് പറയുന്നത് 2Vm/π കിട്ടും. വി ആർ എം എസ് എന്ന് പറയുന്നത് Vm/√2 കിട്ടും. കാരണം എന്താ, ഇതിനകത്ത് ഫുൾ സൈക്കിൾ നമുക്ക് കിട്ടും. മറ്റേതിനകത്ത് ഒരു ഹാഫ് സൈക്കിൾ മാത്രം 0 to π മാത്രമായിരുന്നു സിഗ്നൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഈ കണ്ട ഇക്വേഷൻ, ഈ കാണിച്ച ഇക്വേഷൻസ് ഒക്കെ ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ നിങ്ങൾ ഇട്ട് നോക്കുക. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ ഇട്ട് കഴിയുമ്പോൾ ഇവിടെയും കിട്ടും സിഗ്നൽ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെയും കിട്ടും സിഗ്നൽ 2Vm + 2Vm/2π എന്ന് കിട്ടും. അപ്പോൾ 2Vm/π എന്നാണ് ആവറേജ് വാല്യൂ കിട്ടുക. 2Vm/π. കാരണം എന്താ, 2Vm + 2Vm / 2π ആണ് കിട്ടുക. കാരണം പോസിറ്റീവ് സൈക്കിളും കിട്ടുന്ന ഈ 0യുടെ സ്ഥാനത്തും 2Vm കിട്ടും. സോ വിൽ ഗെറ്റ് 2Vm/π എന്ന് കിട്ടും ആവറേജ് വാല്യൂ. അതുപോലെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമ്മൾ 0 to π ആണ് എടുത്തത്. ബട്ട് 0 to π അല്ല, 0 to 2π തന്നെ എടുക്കണം. അങ്ങനെ 0 to 2π കിട്ടുമ്പോൾ നമുക്ക് കിട്ടും Vm/√2 എന്ന് കിട്ടും. അത് രണ്ടോടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 0.48 എന്ന് പറയുന്നത്. 0.48 എന്ന് പറയുന്ന വാല്യൂ. നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ് ഫ്രീ ടൈം എടുത്തോളൂ. അതിനുശേഷം ഞാൻ വരാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഞാൻ 5 മിനിറ്റിന് ശേഷം വരാം.